ജ്ഞാനം സദാ വിശ്വാമിത്ര പരാശരാദിമുനിഭി. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിന് സമീപം പിലിക്കോട് സ്ഥിതി ചെയ്യുന്ന പുരാതനവും പ്രശസ്തവുമായ ഒരു അമ്പലമാണ് താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയാണ്. ഈ ക്ഷേത്രം നാടിൻ്റെ സംസ്കാരവുമായും പാരമ്പര്യവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരാമനവമി, പുനഃപ്രതിഷ്ഠാ ദിനം എന്നീ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക പൂജയും വഴിപാടുകളും നടക്കാറുണ്ട്. തദ്ദേശീയരായ നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. പൂജാ സമയം രാവിലെ 5:30 മുതൽ 11 വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 10 വരെയുമാണ്. നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഭക്തിയുടെയും കേന്ദ്രമായ താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിൽ വളരെ പഴക്കമുള്ള അമ്പലമാണ്. ഒരു 300 കൊല്ലം ഏകദേശം ഈ അമ്പലത്തിന് പഴക്കം പൂർവികന്മാർ പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ വനവാസഫലത്ത് ശ്രീരാമൻ വന്നു നിന്ന സ്ഥലമെന്ന് ആണ് ഇവിടെ ഐതിഹ്യം പറയുന്നത്. മാത്രമല്ല ഇവിടെ ഹനുമാൻ ഗതവച്ച സ്ഥലമെന്നും പ്രത്യേകതയുണ്ട്. ഈ ശ്രീരാമക്ഷേത്രവും ശിവക്ഷേത്രവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. പണ്ട് ശ്രീരാമനോട് വനവാസത്തിൽ വന്ന സമയത്ത് ശ്രീരാമനെ ഭജിച്ച സ്ഥലമാണ് മട്ടലായി ശിവക്ഷേത്രം. ഈ രണ്ട് ക്ഷേത്രം ഒരേ ഗണത്തിൽപ്പെടുന്നതും ഈ ശ്രീരാമക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളും ശിവക്ഷേത്രത്തിലും പോയി അവിടെയും പോയി ദർശനം നടത്തണമെന്നുള്ള പൂർവാചാരമാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷമായി. ഒരു ജനകീയ കമ്മിറ്റിയെല്ലാം ശിവക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് അത് മുഴുവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ സ്വന്തം നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ നിലയിലും ഈ ക്ഷേത്രം നമ്മൾ പുനരുദ്ധാരണം നടത്തി പൂർത്തീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കാണുന്ന വിശാലമായ കുളം, ഏകദേശം ഒരു ഏക്കറയോളം വരുന്നൊരു കുളം പണ്ട് പൂർവികന്മാർ ഉണ്ടാക്കിയ അമ്പലമാണ്, കുളമാണ്. അന്ന് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെയും മറ്റും പ്രവർത്തനത്തിന് വേണ്ടി ഈ 14ഓളം ആനകളുടെ ഒരു ആവശ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ 14ഓളം ആനകളാണ് ഈ ക്ഷേത്രത്തിന് ആവശ്യമായ സാധനങ്ങളും കാര്യങ്ങളും ഈ ചങ്ങാടത്തിൽ വന്ന് ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റാനും അതുപോലെ ക്ഷേത്രക്കുളത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച വലിയ കല്ലുകൾ. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കൊത്തിയെടുക്കാൻ പറ്റാത്ത കല്ലുകളാണ്. അത്രയും വലിയ വീതിയുള്ള കല്ലുകളാണ്. ആ നിർമ്മാണത്തിന് വേണ്ടി ഇത്രയും ആളും അർത്ഥവും ചിലവാക്കിയൊരു ക്ഷേത്രമാണിത്. ഈ പണ്ട് അതുമാത്രമല്ല, ഇവിടെ പിന്നെ ചെറുവത്തൂർ കോവിലിലെ വീരഭദ്ര ക്ഷേത്രത്തിൽ വരുന്ന ആറാട്ട് ഈ ക്ഷേത്രത്തിലാണ് വരിക. അങ്ങനെയുള്ള ഒരു പൂർവാചാരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ വഴികളൊക്കെ ഇങ്ങനെ തടസ്സം, പിന്നെ നിങ്ങൾക്കറിയാലോ, ഹൈവേ വന്നതിന് ശേഷം വഴി മാർഗം തടസ്സപ്പെട്ടതുകൊണ്ട് ഈ ആറാട്ട് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൂ. അത് ഭാവിയിൽ അത് ചിലപ്പം പൂർത്തീകരിക്കാൻ പറ്റും തോന്നുന്നു. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഹനുമാനിയുടെ ഭയങ്കര പ്രധാനമുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ വനവാസകാലത്ത് വന്ന് നിന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് വളരെയധികം ഐതിഹ്യങ്ങൾ. മാത്രമല്ല ഈ ക്ഷേത്രത്തിന് ഉത്തര മലബാറിൽ വേറെ ശ്രീരാമക്ഷേത്രം ഇടിയില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ അമ്പലത്തിനുണ്ട്. ഇപ്പോൾ ജനകീയ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തനം ഇപ്പോൾ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ഷേത്രക്കുളം നവീകരിക്കുന്നതിന് വേണ്ടി MLA-യും MP-യെയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം സമീപിച്ചിട്ടുണ്ട്. ഈ കുളമൊക്കെ നവീകരിക്കാനും ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത്രമാത്രം. ഇപ്പോൾ ശ്രീരാമനവമി പിന്നെ കർക്കിടക മാസമാണ്. ഈ ശ്രീരാമൻ്റെ ഈ സമയത്ത് കർക്കിടക മാസത്തിൽ ശ്രീരാമ ഭജനയും അഖണ്ഡപാരായണവും എല്ലാം ഇവിടെ നിത്യേന നടക്കുന്നുണ്ട്. അതിന് മോശമില്ലാത്ത രീതിയിൽ ജനപങ്കാളിത്തമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്ന് കയറാനുള്ള ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നു.